നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ TNSS പ്രസിഡന്റ് ശ്രീ KN മധുസൂദനപിള്ള അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മദ്രാസ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് S സതികുമാർ കുറുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ R ഹരിദാസ് ഇടത്തിട്ട മുഖ്യാതിഥിയെയും മദ്രാസ് സർവകലാശാല മലയാള വിഭാഗം മുൻ അധ്യക്ഷൻ ശ്രീ CG രാജേന്ദ്ര ബാബു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു. വേദിയിൽ മന്നം സ്മാരക പുരസ്കാരം CJB മുൻ പ്രസിഡന്റ് ശ്രീ M നൽകി ആദരിക്കുന്നു. കൂടാതെ പ്രശസ്ത മുതിർന്ന നടി TR റോമിനിയെയും അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാര ജേതാവ് ടിജോ കുര്യൻകുസിനെയും വേദിയിൽ ആദരിക്കുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ CK വാസുകുട്ടൻ, തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ശ്രീ M ശിവദാസൻ പിള്ളൈ, TNSS പാട്രൺ ശ്രീ കൽപ്പക ഗോപാലൻ, TNSS ചീഫ് പാട്രൺ ശ്രീ അമരാവതി രാധാകൃഷ്ണൻ, TNSS വൈസ് പ്രസിഡന്റും വനിതാ സമാജം ചെയർപേഴ്സണുമായ ശ്രീമതി സുശീല ഗോപാലകൃഷ്ണൻ, ട്രഷറർ ശ്രീ KK ഉണ്ണികൃഷ്ണൻ, വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി ലതാ കരുണാകരൻ നായർ, വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി രാധാദേവി, സെലിബ്രേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ R രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. TNSS ജനറൽ സെക്രട്ടറി ശ്രീ K പ്രദീപ് സ്വാഗതവും സെലിബ്രേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ P പ്രശാന്ത് കുമാർ നന്ദിയും രേഖപ്പെടുത്തുന്നു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം മന്നത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ലഘു നാടകം തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാരവാഹികൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു. തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കരയോഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. ഈ വേദിയുടെ വെളിയിൽ നിൽക്കുന്നവർ എല്ലാവരും വേദിക്കുള്ളിലേക്ക് കടന്നു വരിക. പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പ്രഭാത ഭക്ഷണം കഴിക്കുക.
തമിഴ്നാട് നഗരസഭ സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നു.
ഇത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീ സുഗതപിള്ള അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മദ്രാസ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് എസ് സതികുമാർ കുറുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. NSS ഡയറക്ടർ ബോർഡ് ശ്രീ ആർ ഹരിദാസ് ഏറപ്പെട്ട മുഖ്യാതിഥിയെ മദ്രാസ് സർവകലാശാല മലയാള വിഭാഗം മുൻ അധ്യക്ഷൻ ശ്രീ CT രാജേന്ദ്രബാബു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു. വേദിയിൽ മന്നം സ്മാരക പുരസ്കാരം CPM മുൻ പ്രസിഡന്റ് ശ്രീ M നന്ദഗോവിന്ദനെ നൽകി ആദരിക്കുന്നു. കൂടാതെ പ്രശസ്ത മുതിർന്ന നടി PRMയെയും അതിവിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാര ജേതാവ് TJO കുര്യാക്കോസിനെ വേദിയിൽ ആദരിക്കുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ CK വാസുകുമാരൻ, തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ശ്രീ M ശിവരാസൻ പിള്ളൈ, TNSS പേട്രൺ ശ്രീ കൽപ്പക ഗോപാലൻ, TNSS ചീഫ് പേട്രൺ ശ്രീ അമരാവതി രാധാകൃഷ്ണൻ, TNSS വൈസ് പ്രസിഡന്റും വനിതാ സമാജം ചെയർപേഴ്സണുമായ ശ്രീമതി സുശീല ഗോപാലകൃഷ്ണൻ, ട്രഷറർ ശ്രീ KP ഉണ്ണികൃഷ്ണൻ, വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി ലതാ കരുണാകരൻ നായർ, വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി രാധാദേവി, സെലിബ്രേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ R രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. TNSS ജനറൽ സെക്രട്ടറി ശ്രീ K പ്രദീപ് സ്വാഗതവും സെലിബ്രേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ AP പ്രശാന്ത് കുമാർ നന്ദിയും രേഖപ്പെടുത്തുന്നു. സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി അവതരിപ്പിക്കുന്ന മന്നത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരു ലഘുനാടകം ഇപ്പോൾ ഈ വേദിയിൽ അരങ്ങേറും. വ്യക്തികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. राजकुमार साहब തുടങ്ങുകയായി. അകാല ചരമം പ്രാപിക്കുമായിരുന്ന ഒരു സമുദായത്തെ ഓജസ്സും തേജസ്സും നൽകി പുനഃപ്രതിഷ്ഠ ചെയ്ത ഒരു കർമ്മയോഗിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. 111 വർഷം പിന്നിട്ട ഒരു സംഘടനയുടെ സ്ഥാപകൻ. ആ സംഘടനയെ ഒരു മഹാവൃക്ഷമായി പടുത്തുയർത്താൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സമുദായത്തിന് കൈമാറിയ ഒരാൾ. മലയാളത്തിന്റെ ഉജ്ജ്വലനായ ഒരു ഭാഷാസ്നേഹി. സ്വന്തം സമുദായത്തിനൊപ്പം തന്നെ ഹിന്ദു സംഘടനയെയും ഒന്നുചേർക്കുവാൻ പരിശ്രമിച്ച ഒരു സനാതന ഹിന്ദു. അത്യുജ്വലനായ ഒരു ദേശഭക്തൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില ചെറിയ അധ്യായങ്ങൾ മാത്രം ചേർത്തിണക്കി ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് ഒരു പുതിയ കലാരൂപം. രംഗം 1. 1877 കാലഘട്ടത്തിലെ ഒരു പുലർക്കാലം. കുട്ടിയുടെ പേരെന്താ? പാർവതി. തറവാട്? ചിറമറ്റം. ചിറമറ്റത്തെ വലിയ കാരണവരുടെ അനന്തരവള. ആ കുട്ടിയുടെ വലിയ കഴിഞ്ഞു. വൈകിയില്ല. നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. ഈ കാലഘട്ടങ്ങളിൽ ജോലിക്ക് പോകാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. നിത്യരോഗിയായ ഭാര്യ, ദാരിദ്ര്യം, കരയോഗ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ഏകാഗ്രതയ്ക്ക് അയവ് വരുത്തിയാൽ സമൂഹം തന്നെ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നഷ്ടമാകും. ഇന്നൊരു നാനാവിധത്തിലുള്ള മനോവിഷമങ്ങളും തോന്നുന്നതാണ്. ഈ പ്രതിസന്ധികളിലും അദ്ദേഹം പ്രവർത്തനങ്ങളുടെ കൈവിട്ടില്ല. ഏകദേശം നിർമ്മാണം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഒരു നാൾ ഏറെ വൈകി വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കാത്തിരുന്നത് ഉള്ളിലേക്കുന്നൊരു വാർത്തയായിരുന്നു.
എന്താണ് എന്താണ് സംഭവിച്ചത്? മോനെ കല്യാണി പോയി. അമ്മേ, എന്റെ കല്യാണി ഇത്ര വേഗം അവളെന്നെ വിട്ടുപോയത്. കേരളത്തിലെ ഏറെ കേട്ടിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഈ സമൂഹത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അതെ, ഞാനും മാറ്റങ്ങളുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കരയോഗം സംഘടിപ്പിച്ചതുകൊണ്ടാകില്ല നാടൊട്ടുക്കും നടന്ന നമ്മൾ നായർ സമുദായത്തെ ഉദ്ധരിക്കും. അനാചാരങ്ങൾ എടുത്തു കളഞ്ഞ് നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കണം. ഞാൻ കുറച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിരുന്നു. കേളപ്പൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താം. ഇന്നു മുതൽ നായർ നൃത്യ ജനസംഘം എന്ന സംഘടന ആരംഭിക്കുകയാണ്. ഈശ്വരനെ സാക്ഷി നിർത്തി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായക്കാർക്ക് ക്ഷോഭകരമായി യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിന് വേണ്ട ന്യായമായ കരുതലോടുകൂടി ജീവിച്ചുകൊള്ളാം. സത്യം, സത്യം, സത്യം. 1914 ഒക്ടോബർ 31 മന്നത്തു വീടിന്റെ പൂമുഖത്ത് പാർവതിയമ്മ കൊളുത്തിവെച്ച നിലവിളക്കിന് മുന്നിൽ 14 യുവാക്കൾ ചേർന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആരംഭിച്ച ആ സംഘടനയാണ് ഇന്ന് നാം കാണുന്ന ഈ നായർ സർവീസ് സൊസൈറ്റി. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനം സാധ്യമാകൂ. അതുകൊണ്ട് സമുദായത്തിന്റെ പേരിൽ നമുക്കൊരു സ്കൂൾ സ്വന്തമായി ആരംഭിക്കും. അതിന്റെ മുന്നോടിയായി ഒരു സമസ്ത കേരള സമ്മേളനം നടത്തേണ്ടതുണ്ട്. ആയതിനാൽ നമുക്ക് കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ അതിനായി തയ്യാറെടുത്തുക. നമ്മുടെ അക്ഷീണ പ്രയത്നത്തിന്റെ പരിണിത ഫലമായി കറുവച്ചാലിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള സ്ഥലം വാങ്ങുന്നതിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് ശേഖരണത്തിനായി നമ്മൾ വീണ്ടും കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ തീരുമാനത്തിന്റെ മുന്നോടിയായി ഇന്ന് ഈ നിമിഷം ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വിദ്യാഭ്യാസവൽക്കരണത്തിനായുള്ള ഈ യജ്ഞത്തിനു വേണ്ടി ഞാൻ എന്റെ ബാരിസ്റ്റർ ഉദ്യോഗം രാജിവെക്കുകയാണ്. ഈ സംരംഭം പരിപൂർണ വിജയത്തിലേക്ക് എത്താൻ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ട് മോനെ. 1916 സമുദായത്തിന് സ്വന്തമായൊരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിഞ്ഞു. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും, എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി അദ്ദേഹം ഈ ത്യാഗമെല്ലാം സഹിച്ചു? വീട്ടുകാർക്ക് വേണ്ടിയല്ല, സ്വന്തക്കാർക്ക് വേണ്ടിയല്ല, പക്ഷേ സ്വസമുദായത്തിനു വേണ്ടി കറകളഞ്ഞ നിസ്വാർത്ഥത. ഇതൊരു പള്ളിക്കൂടത്തിന്റെ മാത്രം കഥയല്ല. കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നീണ്ടു കിടക്കുന്ന കലാലയങ്ങൾക്ക് ആ ത്യാഗത്തിന്റെ കഥകൾ ഏറെ പറയാനുണ്ട്. അവർക്ക് നീതി നിഷേധിക്കരുത്, മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക.
അവർക്ക് നീതി നിഷേധിക്കരുത്. മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക. അയ്യങ്കാളി, നിങ്ങളുടെ ഈ അവകാശ സമരത്തിന് നായർ സർവീസ് സൊസൈറ്റിയുടെ എല്ലാവിധ പിന്തുണകളും ഉണ്ടായിരിക്കുന്നതാണ്. പാർവതി, നിന്റെ മകൻ കുടുംബത്തിന് ആകെ അപമാനമുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. എന്താ മാവോ, എന്തുണ്ടായി? നീ അറിഞ്ഞോ, അവൻ നമ്മുടെ പരദേവത ക്ഷേത്രം ഹീനജാതിക്കാർക്കായി തുറന്നു കൊടുത്തു അത്രേ. മാത്രമല്ല, അവരെയെല്ലാം കൈപിടിച്ച് ഉള്ളിൽ കയറ്റി. എന്താ അമ്മാവ, എന്താ പ്രശ്നം? ഞാൻ അവരെ കയറ്റിയത് കൊണ്ട് പരദേവത സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. പത്മനാഭ, ഐത്താചാരണങ്ങൾ നോക്കണ്ട എന്നാണോ? അമ്മാവ, ഐത്തം നമ്മുടെ മനസ്സിലാണ്. ജന്മം കൊണ്ട് വിവിധ ജാതിയിൽ പിറന്നാലും ഈശ്വരന്റെ മുന്നിൽ നമ്മളെല്ലാം ഒന്നാണ്. അമ്മേ, അമ്മ എന്നെ മനസ്സിലാക്കുന്ന എനിക്കറിയാം. ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വന്നത്. എന്താ പപ്പു, പറയ്. അമ്മേ, നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസഭ രൂപം കൊണ്ടിരിക്കുന്നു. ശ്രീമൂലം രാജ്യസഭ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഞാനും അതിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പപ്പു, അമ്മയ്ക്ക് സന്തോഷായി. നീ ചെയ്യുന്നതെല്ലാം അമ്മയ്ക്ക് മനസ്സിലാവില്ല. പക്ഷെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ നീ പ്രവർത്തിക്കൂന്ന് അറിയാം. മോനെ, നേരെ ഒരുപാടായില്ലേ? നീ വന്ന് ആഹാരം കഴിക്കുമോ പപ്പു? അമ്മേ, ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ 2 സുഹൃത്തുക്കളെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവർ കോലായിൽ ഇരിപ്പുണ്ട്. പപ്പു ഇങ്ങോട്ട് വിളിച്ചോളൂ, ഞാൻ കഞ്ഞിയെടുക്കാം. അമ്മേ, അതിലൊരാൾ അന്യജാതിയിൽപ്പെട്ടവരാ. പപ്പു, അമ്മാവൻ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലാണ്. ഇനി ഇതുകൂടി അറിഞ്ഞാൽ. അമ്മേ, വിശക്കുന്നവൻ ആഹാരം കൊടുക്കണമെന്ന് അമ്മ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. ജാതിയുടെ പേരിൽ സ്വന്തം അച്ഛനെ എനിക്ക് ഐത്തം കൽപ്പിച്ചപ്പോ അമ്മ എത്ര വിഷമിച്ചിരിക്കുന്നു. പപ്പു, നീ അവരെ വിളിച്ചോളൂ, ഞാൻ അവർക്ക് ഭക്ഷണം വിളമ്പാം. പാത്രം ഇവിടെ വെച്ചേക്കൂ, അമ്മിണി എടുത്തോളൂ. അമ്മിണി, ഈ പാത്രങ്ങൾ എടുത്ത് കോലായിലേക്ക് ഇട്ടോളൂ. നേരെ ഇത്രയായില്ലേ, ഇത് നാളെ കഴിവാം. അന്യജാതിരാന്റെ എച്ചൽ പാത്രം എടുക്കാൻ ഈ അമ്മിനെ കിട്ടില്ല. അത് വേറെ ആളെ നോക്കുമ്പോളോ. അമ്മേ, 1924 വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ നടക്കുവാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അതിനെതിരായി അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച സവർണ ജാഥ തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്കായിരുന്നു. കേരളത്തിൽ മറ്റാരും നടത്തിയിട്ടില്ലാത്ത സ്വർണ്ണ ലിപികളിൽ തുന്നിപ്പിടിപ്പിക്കേണ്ടുന്ന ഒരേടായിരുന്നു ആ സവർണ ജാഥ. തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളും ചുറ്റിക്കറങ്ങി പരവൂർ ശിവഗിരിയിൽ ധ്യാനനിരതനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്നിധിയിലേക്കാണ് ആ ജാഥ നീങ്ങിയത്. പ്രിയമൊരു ജാതിതൻ പ്രിയം ത്വലീയ പ്രിയം അപരപ്രിയം എന്നനേകമായി
പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം. അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥതയെ ഈ നാട് ഒരിക്കലും മറക്കില്ല. എത്രയും വേഗം വിജയം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ശ്രീ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടി പോരാടുന്ന കാലം ക്ഷേത്ര നിയമാവലികൾ തെറ്റിച്ചുകൊണ്ട് കേളപ്പൻ അമ്പലമണി മുഴക്കി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ സാമൂതിരിയുടെ പടയാളികൾ അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹത്തിന് സർവ്വ പിന്തുണയും കൊടുത്തുകൊണ്ട് ശ്രീ മന്നം അവിടെ എത്തി സമരം പുനരാരംഭിച്ചു. സാംസ്കാരിക മേഖലയിൽ മറ്റാർക്കും നൽകാനാവാത്ത സേവനങ്ങളാണ് മന്നത്തു പത്മനാഭൻ നൽകിയത്. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തെ ഉദ്ധരിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ കൂടെ ഉണ്ടായിരുന്നു. വിധവാ വിവാഹത്തിനു വേണ്ടി VT ശബ്ദമുയർത്തിയ കാലം. എവിടെയാ ഭട്ടതിരി? മാമൂലുകൾ ആചരിക്കാനുള്ളതാണ്, അല്ലാതെ നിന്റെ പരിഷ്കരണമൊന്നും ഇവിടെ വേണ്ട. ആരാ ചോദിക്കാൻ? പരിഷ്കരണം നടത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നടത്തിയിരിക്കും. എന്റെ സഹോദര സ്ഥാനത്തുള്ള ആളാണിത്. ഇനി ഇതുപോലെ നടന്നുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഇന്നത്തെ SNDP യോഗം ക്ഷേമമായി. എന്തായാലും ഇവിടെ വന്നതല്ലേ, തന്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് എനിക്കൊരാഗ്രഹം. അതിനെന്താ, വന്നോളൂ. അമ്മയ്ക്ക് സന്തോഷമാവുകയുള്ളൂ. ആരിത്? പത്മനാഭനോ? എത്രയോ നാൾ എന്റെ മാധവൻ ഒന്നിച്ച് ഈ തറയിലിട്ട് ഞാൻ വിളമ്പി തന്ന കഞ്ഞി കുടിച്ചിട്ടുണ്ട് നീ. മാധവൻ പോയാലും എനിക്ക് മകനായി നീയുണ്ട്. ഇരു സമുദായങ്ങളിലെ സമുന്നതരായ രണ്ട് നേതാക്കൾ സഹോദരന്മാരെ പോലെ വർത്തിക്കുകയായിരുന്നു. ഹിന്ദുക്കളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ജാതി പിശാചിനെ അദ്ദേഹം തൂക്കി എറിയുകയായിരുന്നു. സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ദിവാന്റെ ആശയത്തോട് നമുക്ക് യോജിക്കാനാവില്ല. ദിവാനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ എനിക്കുള്ള അറസ്റ്റ് വാറന്റ് ഉടനെ ഉണ്ടാകും. അടിയന്തരമായ ഈ സാഹചര്യത്തിൽ ഞാൻ നായർ സൊസൈറ്റിയിൽ നിന്ന് രാജിവെക്കുകയാണ്. ദിവാനെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്ന മന്നത്തിന് മറ്റൊരാഘാതം കൂടി താങ്ങേണ്ടി വന്നു. അമ്മ ഇഹലോകവാസം കൂടി. വർഷങ്ങൾ കടന്നുപോയി. ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മണ്ഡലം ഉണ്ടാക്കി. അന്ന് പിള്ളസ്ഥാനം എടുത്തു കളഞ്ഞ് വെറും മന്നത്തു പത്മനാഭനെ. മറ്റു സമുദായങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഒരു താങ്ങും തണലുമായി. ഹിന്ദു സമുദായത്തിനു വേണ്ടി, ഒരു കലാലയം എന്ന സ്വപ്നത്തിന് വേണ്ടി പെരിന്തയിൽ ഒരു കോളേജ് ആരംഭിച്ചു. അതിന് ഹിന്ദു കോളേജ് എന്ന നാമധേയം. കൂട്ടരെ, ചൈന ഇന്ത്യയുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോടൊരു അപേക്ഷ വയ്ക്കുകയാണ്. കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ഗവൺമെന്റിന് കൊടുക്കണം. മാത്രമല്ല, നമ്മുടെ കലാലയങ്ങളെല്ലാം തന്നെ ആർമിക്ക് വേണ്ടുന്ന ആയുധോപകരണങ്ങൾ നിർമ്മിക്കാനായി ഇട്ടുകൊടുക്കണം. ഇതെനിക്ക് പലപ്പോഴായി സമ്മാനമായി കിട്ടിയ സ്വർണമാണ്. ഏകദേശം 1500 ഗ്രാം ഉണ്ട്. ഇത് ഞാൻ എൻ്റെ രാജ്യത്തിന്റെ
ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക സേവനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഭാരത കേസരി എന്ന സ്ഥാനപ്പേര് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. വൈകാതെ തന്നെ പത്മഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തെ തേടിയെത്തി. സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും കഴിയുന്ന കേരളമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ആ കേരളം കണ്ണുതൂങ്ങിയാൽ ഭാരതത്തിന്റെ അഭിമാനകരമായിരിക്കും. അവിടെ മാനവരെല്ലാം ഒന്നുപോലെ എന്ന പഴയാളുകൾ യാഥാർത്ഥ്യമായി തീരും. ആരോഗ്യസുന്ദരമായ ആ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഥാസ്ഥാനായി ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും വെച്ച് എന്റെ വേർത്തവാനപരമായ അറിയിക്കുകയും ഒടുവിൽ ആ കറുത്ത ദിവസം വന്നെത്തി. 1970 ഫെബ്രുവരി മാസം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ അദ്ദേഹം തളർന്നു വീണു. കേരളത്തിനകത്തും പുറത്തുമുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായി വന്നു ചേർന്നു. സർവീസ് സൊസൈറ്റി എല്ലാ പ്രയത്നങ്ങളും ചെയ്തെങ്കിലും ഫെബ്രുവരി 25-ാം തീയതി അദ്ദേഹം ഈശ്വരന്റെ തീരുമാനത്തിന് കീഴടങ്ങി. സഹൃദയരെ, ഇന്നു മുതലെങ്കിലും ഈ പിതാമഹനെ കുറിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തും. അസാധ്യമായതിനെ സാധ്യമാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ്. കൊടിയ ദാരിദ്ര്യത്തിൽ അച്ഛനാരെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു സമൂഹത്തിൽ സ്വപ്രയത്നത്താൽ വിദ്യാഭ്യാസം നേടി പല പല നല്ല ഉദ്യോഗങ്ങൾ നേടിയെങ്കിലും സ്വന്തം സുഖം നോക്കാതെ തനിക്കുള്ളതല്ല സമൂഹത്തിനെന്ന് ചിന്തിച്ച ഒരു മഹാനുഭാവൻ. സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരു കർമ്മയോഗി. അനാചാരങ്ങൾക്കെതിരായി ശബ്ദമുയർത്തിയ ഭാരത കേസരി. വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയ ഒരു പ്രാസംഗികൻ. സരസ്വതി ദേവിയുടെ കടാക്ഷം ആവോളം അനുഗ്രഹിച്ച ഒരു കലാകാരൻ. എണ്ണമറ്റ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വേണ്ട എണ്ണമറ്റ സ്ഥാപനങ്ങൾ സമൂഹത്തിന് സമ്മാനിച്ചിട്ടും ഒരു ഊന്നുവടിയും കണ്ണടയും മേൽപ്പുതപ്പും മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ത്യാഗം. തന്റെ 92 വർഷങ്ങൾ ഈ ഭൂമിയിൽ ത്യാഗമയമായ ജീവിതം സമർപ്പിച്ച ആ കർമ്മയോഗിക്ക് മുന്നിൽ നമ്മുടെ മനസ്സാകുന്ന പൂജാമലത്തിൽ ആ തൃപ്പാദത്തെ കഴുകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. വളരെ നല്ല നിലയിൽ ഈ നാടകം ഇവിടെ അവതരിപ്പിച്ച ആദംബാക്കം കരയോഗ ഭാരവാഹികൾക്ക് തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കലാപരിപാടികൾ അടുത്ത സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വേദിയിൽ തുടരുന്നതായിരിക്കും. ഇപ്പോൾ സാംസ്കാരിക സമ്മേളനം. എല്ലാവർക്കും നമസ്കാരം. മന്നത്ത് പത്മനാഭൻ, ആ പേരിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു എന്തായിരുന്നു, ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന്. ഇത്രയും മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിത കഥ ഇവിടെ പങ്കുവയ്ക്കാൻ പറ്റിയ ആദംബാക്കം NSSന് ഒന്നുകൂടി ഒരു നല്ല കയ്യടി നൽകാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾ തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി നടത്തുന്ന 149ാമത് മന്നം ജയന്തി ആഘോഷ പരിപാടികളിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ചെന്നൈയിൽ നിന്ന് ഭയങ്കര തണുപ്പാണ് അല്ലെ? ദിവസമായിട്ട് ഇവിടെ തണുപ്പാണ്.
നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പോലെ അല്ലെങ്കിൽ ചെന്നൈ അധികം കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു തണുപ്പുണ്ട് ഇവിടെ. നല്ല സുഖമുണ്ടല്ലോ. ഇതുപോലെയായിരുന്നു എപ്പോഴെങ്കിലും 12 മാസം ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ചെന്നൈ സ്വർഗമായിരുന്നല്ലേ. പക്ഷെ അല്ലല്ലോ. ഇപ്പൊ ഒരു 1.5 മാസം കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും തീച്ചുളയിലേക്ക് ചൂടിന്റെ അതിലോട്ട് ചെന്ന് വീഴും അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം. അതിനായി ആദ്യം വേദിയിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് ഊർജ്ജസ്വലരായിട്ടിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഈ തണുപ്പുള്ള ദിവസം, ഇത്രയും തണുപ്പുണ്ടായിട്ടും ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് 10:30 മണിയായപ്പോഴത്തേക്കും ഈ ഹോൾ ഇത്രയും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആശയ്ക്ക് വകയുണ്ട്. അപ്പോ താങ്ക് യു. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് പരിപാടി ചെയർമാൻ ആൻഡ് സെലിബ്രേഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ CK വാസുകുട്ടൻ, ജനറൽ സെക്രട്ടറി ശ്രീ K പ്രദീപ്, TNSS ചീഫ് പേട്രൺ ശ്രീ അമരാവതി രാധാകൃഷ്ണൻ, മലയാളത്തിന്റെ അമ്മ ശ്രീമതി TR ഓമന, അതിവിശിഷ്ട റെയിൽവേ സേവ പുരസ്കാര ജേതാവ് ശ്രീ ടിജോ കുര്യാക്കോസ്, TNSS പേട്രൺ ശ്രീ TNSS വനിതാ വിംഗ് ചെയർപേഴ്സണും വൈസ് പ്രസിഡന്റുമായ ശ്രീമതി സുശീല ഗോപാലകൃഷ്ണൻ, TNSS ട്രഷറർ ശ്രീ KP ഉണ്ണികൃഷ്ണൻ, TNSS ആക്ടിംഗ് ട്രഷറർ ശ്രീ KV മോഹൻകുമാർ, TNSS വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ലതാ കരുണാകരൻ നായർ, TNSS വനിതാ വിംഗ് സെക്രട്ടറി ശ്രീമതി P രാധാദേവി, സെലിബ്രേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ R രാജ്കുമാർ, TNSS അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ശ്രീ P ശിവദാസൻ പിള്ള, TNSS രജിസ്ട്രാർ ശ്രീ R രമേശ്, സെലിബ്രേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ MP പ്രശാന്ത് കുമാർ. ഏവരെയും ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിഥികളും ആതിഥേയരും ഏവരും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ വന്നം ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നു. അതിനു മുന്നോടിയായുള്ള ഭദ്രദീപം തെളിയിക്കൽ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് നടത്തുന്നു. ഈ ആഘോഷ പരിപാടിയിൽ, ഈ സാംസ്കാരിക സമ്മേളനത്തിൽ മന്നം മെമ്മോറിയൽ സേവാ പുരസ്കാരം മുൻ CTMA പ്രസിഡന്റ് ശ്രീ M നന്ദഗോവിന്ദിന് നൽകി വേദിയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു. അതോടൊപ്പം സേവാ പുരസ്കാരം നേടിയ, റെയിൽവേയുടെ വിശിഷ്ട സേവാ പുരസ്കാരം നേടിയ, അതിവിശിഷ്ട സേവാ പുരസ്കാരം നേടിയ ശ്രീ ടിജോ കുര്യാക്കോസിനെ സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായുള്ള ഭദ്രദീപം തെളിയിക്കലാണ് ഇപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭദ്രദീപം വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന്
തിരുനാളം തെളിയിച്ച് ഈ പരിപാടിക്ക് പ്രൗഢമായ ഞങ്ങൾ ഏറെ ആസ്വാദികരമാക്കി സാംസ്കാരിക സമ്മേളനം ഇപ്പോൾ തുടങ്ങുന്നു. പ്രാർത്ഥന ചൊല്ലുന്നതിനായി കൃഷ്ണ കിഷോറിനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുമാരി കൃഷ്ണ കിഷോറിനെ ക്ഷണിക്കുന്നു. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സർവകാര്യേഷു സർവദാ സർവകാര്യേഷു സർവദാ സർവകാര്യേഷു സർവദാ. ആചാര്യ ആചാര്യൻ പാദപണിയുന്നു ഞങ്ങൾ, ആ ദിവ്യ സന്ദേശം പകരുന്നു ഞങ്ങൾ. സത്യവും ധർമ്മവും ത്യാഗവും നീതിയും ജീവിതമാക്കിയ കർമ്മയോഗി. ആചാര്യനിൻ പാദപണിയുന്നു ഞങ്ങൾ, ആ ദിവ്യ സന്ദേശം പകരുന്നു ഞങ്ങൾ. സത്യവും ധർമ്മവും ത്യാഗവും നീതിയും ജീവിതമാക്കിയ കർമ്മയോഗി. വന്ദിപ്പു നിത്യവും ഞങ്ങളാ പാദങ്ങൾ, വന്ദിപ്പു നിത്യവും ഭക്തിയോടെ. വന്ദിപ്പു നിത്യവും ഞങ്ങളാ പാദങ്ങൾ, വന്ദിപ്പു നിത്യവും നിത്യവും ഭക്തിപൂർവം. കാര്യപരിപാടി അനുസരിച്ച് അടുത്തതായി ഗുരുവന്ദനത്തിന് വേണ്ടി ശ്രീമതി ലതാ രാധാകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സച്ചിദാനന്ദ പരബ്രഹ്മ സർവജ്ഞ ഋഷീശ്വര മഹാപ്രഭോ
മഹാഗുരു പന്മനക്കാവിൽ വാണിടും ഷൺമുഖദാസ നമോ നമ. ശ്രീ ചട്ടമ്പി സ്വാമി നമോ നമ. ശ്രീ ചട്ടമ്പി സ്വാമി നമോ നമഃ. സ്വാഗതം ആശംസിക്കുവാനായി ജനറൽ സെക്രട്ടറി ശ്രീ കെ പ്രദീപ് അവരെ ക്ഷണിക്കുന്നു. ആദ്യമേ സ്നേഹവും നമസ്കാരവും രേഖപ്പെടുത്തുന്നു. നമ്മൾ 149ാമത് മന്നം ജയന്തി ആഘോഷത്തിന് വേണ്ടിയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മഹാനായ മന്നത്താചാര്യൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് ജനുവരി 2-ാം തീയതിയാണ്. പെരുന്നയിലെ ആസ്ഥാനത്ത് അതിവിപുലമായ ഒരുക്കങ്ങളോടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയുണ്ടായി. നമ്മൾ മറുനാടൻ മലയാളികൾ തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി ഇന്ന് ജനുവരി 11-ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു പുണ്യദിനത്തിൽ നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒരു സമുദായത്തിന് എങ്ങനെയെല്ലാം ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് മാർഗനിർദ്ദേശം നൽകിയ, നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിഞ്ഞ ഒരു ഡ്രാമയിലൂടെ, നാടകത്തിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു. എല്ലാ സമുദായ അംഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് സാഹോദര്യത്തോടുകൂടി കഴിയുന്ന ഒരു കേരളം ഉണ്ടാവുകയും ആ കേരളം നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായി മാറുകയും ചെയ്യണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. ആ മഹാനായ മന്നത്ത് പത്മനാഭാചാര്യൻ്റെ വിശദ വിവരങ്ങൾ സംസാരിക്കുന്നതിന് പ്രഗത്ഭമതികളായ അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആചാര്യന്റെ പാതാരവിന്ദങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്, ഈ പരിപാടിയുടെ അധ്യക്ഷൻ, NSS പ്രതിനിധി സഭാ അംഗവും ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ KN മധുസൂദനൻ അവർകളെ നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ ചെയർമാൻ, മന്നം ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വാസുക്കുട്ടൻ അവർകളെ നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഈ കർമ്മം, ഈ ആഘോഷവേള ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റിട്ടയേർഡ് ജസ്റ്റിസ് എസ് സതികുമാർ അവർ അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹവായ്പകളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള NSS ഡയറക്ടർ ബോർഡ് അംഗവും പത്തനംതിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റും 35 വർഷ കാലയളവിലധികമായി NSSന്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി, സ്നേഹാദരങ്ങളോടെ അഡ്വക്കേറ്റ് ഹരിദാസ് എടത്തിട്ട അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 149ാം മന്നം ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് മന്നം മെമ്മോറിയൽ വിശിഷ്ട സേവാ പുരസ്കാരം നമ്മൾ ഈ വർഷത്തെ വ്യക്തിയെ വിശിഷ്ട സേവാ പുരസ്കാരം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രവർത്തന മികവിനെ ആസ്പദമാക്കി തികച്ചും അർഹനായ
ശ്രീ നന്ദഗോവിന്ദ് അവർകൾ സ്നേഹവായ്പകളോടെ നന്ദഗോവിന്ദ് അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. സാമൂഹിക മണ്ഡലങ്ങളിൽ മാത്രമല്ല, സിനിമാ മേഖലകളിലും എഴുത്ത് പുരകളിലും സംവിധാന കലകളിലും അഗ്രഗണ്യനായ മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം ഹെഡായി വിരമിച്ച നമ്മുടെ ഇക്കുറി ചീഫ് ഗസ്റ്റ് ഓഫ് ഓണർ ശ്രീ രാജേന്ദ്ര ബാബു അവർകളെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ TNSS അഡ്വൈസറി ബോർഡ് ചെയർമാൻ, ചെന്നൈയിലെ സാമൂഹിക മണ്ഡലത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത മുഖം ശ്രീ M ശിവദാസൻ പിള്ള അവർകളെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ TNSSന്റെ പാട്രൺ, ചെന്നൈയുടെ സാമൂഹിക മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന വ്യക്തിത്വം ശ്രീ കൽപ്പക ഗോപാലൻ അവർകളെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് പാട്രൺ, ചെന്നൈയിലെ വ്യാപാര സമൂഹത്തിലും സാമൂഹിക മണ്ഡലത്തിലും ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിത്വം ശ്രീ അമരാവതി രാധാകൃഷ്ണൻ അവർകളെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ മനം ജയന്തി ആഘോഷ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അത് നമ്മുടെ മലയാള സിനിമ ലോകത്ത് 50 വർഷങ്ങളിലധികം നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട TR ഓമന ചേച്ചിയെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വിശിഷ്ട അതിഥി, റെയിൽവേയുടെ അതിവിശിഷ്ട സേവാരത്ന പുരസ്കാരം കരസ്ഥമാക്കിയ ചെന്നൈയുടെ സാമൂഹിക മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന വ്യക്തിത്വമായ ശ്രീ ടിജോ കുര്യാക്കോസ് അവർകളെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TNSSന്റെ വനിതാ ചെയർപേഴ്സൺ ശ്രീമതി സുശീല ഗോപാലകൃഷ്ണൻ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ TNSS വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി ലതാ കരുണാകരൻ നായരെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TNSS വനിതാ വിഭാഗം സെക്രട്ടറി, ചെന്നൈയിലെ സാമൂഹിക മണ്ഡലത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യം ശ്രീമതി P രാധാദേവിയെ നിറഞ്ഞ സ്നേഹവായ്പകളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TNSS ആക്ടിംഗ് ട്രഷറർ, നമ്മുടെ പാട്രൺ കൂടിയായ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയായ ശ്രീ KV മോഹൻകുമാർ അവർകളെ സ്നേഹവായ്പകളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TNSS അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി, ദീർഘകാലമായി TNSSന്റെ സഹയാത്രികനായ ശ്രീ P ശിവദാസൻ പിള്ള അവർകളെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റും ഈ ആഘോഷ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ R രാജകുമാർ അവർകളെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TNSSന്റെ മറ്റൊരു പാട്രൺ ശ്രീ PK രാജൻ അവർകൾ വേദിയിലുണ്ട്. രാജൻ സാറെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി, എന്നാൽ വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തി, ഇന്നത്തെ പരിപാടിയുടെ നായകൻ, ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ, ചുറുചുറുക്കുള്ള നമ്മുടെ ശ്രീ MP പ്രശാന്ത് കുമാറിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും പേരെടുത്തു പറഞ്ഞ സമയം അധികമായി എന്നതുകൊണ്ടാണ് പേരെടുത്തു പറയാത്തത്. എല്ലാ അംഗങ്ങളെയും നമ്മുടെ പത്തനംതിട്ട കരയോഗത്തിൽ നിന്ന് പ്രമുഖ വ്യക്തി ഷിബു സാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ ഭാഗഭാക്കായ എല്ലാ വ്യക്തിത്വങ്ങളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. TNSS ഓഫീസ് ബിയറേഴ്സ്, വിവിധ കരയോഗങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ,
കരയോഗ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹവും തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ പേരിലും ജനറൽ സെക്രട്ടറി എന്ന പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹ വായ്പകൾ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. അനുസരിച്ച് അടുത്തതായി അധ്യക്ഷ പ്രസംഗം. അതിലേക്കായി തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ KN മധുസൂദനൻ പിള്ള അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. എന്തെന്നാൽ നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ ഫോൺ ചെയ്ത് അദ്ദേഹത്തെ ക്ഷണിച്ച ഉടനെ തന്നെ തീർച്ചയായിട്ടും മന്നത്തെക്കുറിച്ച് 4 വാക്ക് നിങ്ങളുടെ സദസ്സിൽ വന്ന് സംസാരിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സസന്തോഷം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ശ്രീ R. ഹരിദാസ് ഇറത്തിട്ട, ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് S. സതീകുമാർ കുറുപ്പ്, ഇന്ന് മന്നം അതിവിശിഷ്ട സേവാ മെഡൽ സ്വീകരിക്കുന്നതിനെത്തിയിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ M. നന്ദഗോവിന്ദ്, ഇന്നത്തെ പരിപാടിയുടെ ഗസ്റ്റ് ഓഫ് ഓണർ ഡോക്ടർ CG രാജേന്ദ്രബാബു, തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ ഭാരവാഹികളായ ശിവദാസൻ പിള്ള ചേട്ടൻ തുടങ്ങിയുള്ള എനിക്ക് ഗുരുതുല്യരായ തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ, എൻ്റെ സഹപ്രവർത്തകരായ തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, കരയോഗം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സമാജം ഭാരവാഹികൾ, ബാലസമാജം ഭാരവാഹികൾ, നായർ സമുദായ അംഗങ്ങൾ, മറ്റ് സമുദായ അംഗങ്ങൾ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും എന്ന് അരുളിയ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ എന്ന ഭാരതകേസരി നമുക്ക് ഒരു അവതാര പുരുഷൻ തന്നെയാണ്. എട്ടുകെട്ടും ഇടക്കെട്ടും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് നശിച്ച് നാമാവിശേഷമായ ഒരു സമുദായത്തെ അതിൻ്റെ അധപതനത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി പിറവിയെടുത്ത അവതാരം തന്നെയാണ് മന്നത്ത് പത്മനാഭൻ. ഉച്ചനീചത്വങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപൊരുതിയ കർമ്മയോഗി. പേടിക്കുന്നവന് ജീവിക്കാനുള്ളതല്ല, ധൈര്യശാലികൾക്ക് മാത്രം ജീവിക്കാനുള്ളതാണ് ഈ ലോകമെന്ന് നമ്മെ പഠിപ്പിച്ച തൃഷ്ണാശാലി. ഉത്പകൃഷ്ണുക്കളായ തിരുവിതാംകൂർ രാജാക്കന്മാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ കുടുംബക്ഷേത്രം അധകൃതകർക്ക് വേണ്ടി തുറന്നിട്ട കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ്. അവർണർക്ക് വേണ്ടി സവർണ ജാഥ നയിച്ച, നായകൾക്ക് പോലും കയറാവുന്ന ക്ഷേത്രങ്ങൾ അവർണർക്ക് പ്രവേശനം നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ സത്യാഗ്രഹവും വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി വൈക്കം സത്യാഗ്രഹവും നയിക്കുകയും ക്ഷേത്രപൂജ ബ്രാഹ്മണരുടെ കുത്തകയല്ല എന്നും എല്ലാവർക്കും ക്ഷേത്രപൂജ നടത്തുവാനുള്ള അവകാശമുണ്ടെന്നും പ്രഖ്യാപിച്ച, അതിനായി തന്ത്രവിദ്യാലയം സ്ഥാപിച്ച വിപ്ലവകാരി, സവർണ ജാഥ നയിച്ച അതേ വഴിയിൽ ഇനിയൊരു ജാഥ നയിച്ച് ലോകത്തിൽ ആദ്യമായി ഇലക്ഷനിലൂടെ അധികാരത്തിലെത്തിയ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ മറിച്ചിടാനുള്ള ഒറ്റയാൾ പട്ടാളം നയിച്ച നേതാവ് എന്ന് തുടങ്ങി കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ.
വിദ്യാഭ്യാസം അതൊന്നു മാത്രമാണ് സമുദായ ഉന്നതിക്കുള്ള വഴിയെന്ന് കണ്ടെത്തി പിടിയരി, ഉത്പന്ന പിരിവ്, ജന്മനക്ഷത്ര പിരിവ്, സംഭാവന തുടങ്ങിയ അന്നത്തെ നൂതനമായ വഴികളിലൂടെ വിഭവ സമാഹരണം നടത്തി നൂറുകണക്കിന് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും കെട്ടിപ്പടുത്തിയ മിഷണറി, എനിക്ക് ദേവനും ദേവിയുമെല്ലാം നായർ സർവീസ് സൊസൈറ്റി ആണെന്ന് പ്രഖ്യാപിച്ച ത്യാഗിവര്യൻ, അദ്ദേഹം പടുത്തുയർത്തിയ നായർ സർവീസ് സൊസൈറ്റി എന്ന സ്ഥാപനം ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വളവൃക്ഷം പോലെ സ്വസമുദായത്തെയും ഒപ്പം ഇതര സമുദായത്തെയും സംരക്ഷിച്ചു വരുന്നു. ആ മഹത് പ്രസ്ഥാനത്തിൻ്റെ പാത പിന്തുടർന്ന് 1992 അന്നത്തെ മദ്രാസ് നഗരത്തിൽ ജീവിച്ചിരുന്ന ഏതാനും സമുദായ സ്നേഹികൾ തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി എന്ന ഒരു പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുകയും അതിലേക്ക് സമുദായ അംഗങ്ങളെ തേടിപ്പിടിച്ച് ചേർത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്നം വിഭാവന ചെയ്ത പാതയിൽ തന്നെ കഴിഞ്ഞ 33 വർഷമായി നടത്തി വരുന്നു. തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിക്ക് ഇന്ന് ഈ മഹാനഗരത്തിൽ മാത്രം 17 ആക്റ്റീവ് കരയോഗങ്ങളും 14 വനിതാ സമാജങ്ങളും 7 ബാലസമാജങ്ങളും പ്രവർത്തനത്തിലുണ്ട്. സമുദായാംഗങ്ങളിലെ അവശത അനുഭവിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സാ സഹായത്തിനും മറ്റുമായി മന്നം കാരുണ്യനിധി, രക്തദാന ക്യാമ്പുകൾ, അനാഥാലയങ്ങളെ സഹായിക്കൽ, ആധ്യാത്മിക പഠന ക്ലാസുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, ഏകീകൃത രീതിയിൽ മരണാനന്തര ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി ട്രെയിനിങ് കൊടുത്ത 30-ലധികം വോളണ്ടിയേഴ്സ്, വർഷം തോറുമുള്ള അയ്യപ്പ മലർപൂജ, ചട്ടമ്പി സ്വാമി ദിനാചരണം, കുടുംബ സംഗമങ്ങൾ, പുനപതി മാഗസിൻ, തമിഴ്നാട് TNSS ചാരിറ്റബിൾ ട്രസ്റ്റ്, മാട്രിമോണിയൽ സർവീസ് തുടങ്ങി സമുദായാംഗങ്ങളുടെ നാനാവിധമായ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയുള്ള വിവിധ കർമ്മ പദ്ധതികൾ തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി നടപ്പാക്കി വരുന്നു. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഫീസ് സമുച്ചയം നമുക്ക് വേണ്ടി പണി കഴിപ്പിച്ചു തന്ന നമ്മുടെ പാട്രൺ ശ്രീ പങ്കജാക്ഷൻ നായർ അവർകളോടുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കാതിരിക്കാനാവില്ല. കൂടാതെ TNSSന് ഈ നഗരത്തിൽ സ്വന്തമായി കോടികൾ വിലമതിക്കുന്ന 36 സെന്റ് സ്ഥലം ഉണ്ട്. പല കരയോഗങ്ങൾക്കും സ്വന്തം സ്ഥലവും കരയോഗ മന്ദിരങ്ങളും ഉണ്ട്. തമിഴ്നാട്ടിലെ നായർ സമുദായങ്ങൾക്കൊപ്പം എന്നും തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാകുമെന്ന ഉറപ്പോടെ ജഗദീശ്വരൻ്റെയും സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെയും അനുഗ്രഹം നമുക്കും നമ്മുടെ സംഘടനയ്ക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്മ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് NSS. ഹലോ, താങ്ക് യു. ശ്രീ CK വാസുകൊണ്ടൻ അവർ ചെയർമാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരിയോ. ശ്രീ വിദ്യാധിരാജ ഗുരു ചട്ടമ്പി സ്വാമി തിരുവടികൾക്കും മന്നത്ത് ആചാര്യനും പ്രണാമങ്ങൾ. തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റി ഒരുക്കുന്ന ശ്രീ മന്നത്ത് ആചാര്യൻ്റെ 149ാമത്തെ ജയന്തി ആഘോഷവേളയിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ പ്രസിഡന്റ് ശ്രീ KN മധുസൂദനൻ പിള്ളை അവർകളെ, ഈ പരിപാടിക്ക് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള NSS ഡയറക്ടർ ബോർഡ് അംഗം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് R ഹരിദാസ് എടത്തിര അവരുകളെ, അതേപോലെ ഈ ഉദ്ഘാടനം ചെയ്ത്
ഈ പരിപാടിക്ക് ശക്തി പകർന്നുവന്ന റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ എസ് സതികുമാർ കുറുപ്പ് അവർകളെ, മറ്റും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ നെടുംതൂണുകളായിട്ടുള്ള ഇന്നത്തെ യോഗത്തിൻ്റെ വിശിഷ്ട അതിഥിയുമായി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ശ്രീ രാജേന്ദ്ര ബാബു സാർ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ ശ്രീമാൻ എം ശിവദാസൻ പിള്ളച്ചേട്ടൻ, മുഖ്യ രക്ഷാധികാരി ശ്രീ അമരാവതി രാധാകൃഷ്ണൻ ചേട്ടൻ, രക്ഷാധികാരിയും നമ്മുടെ സംഘടനയുടെ നെടുന്തൂണിലെ ഒരാളുമായ പ്രിയപ്പെട്ട ശ്രീ കൽപ്പക ഗോപാലൻ അവർ, അതേപോലെ നമ്മുടെ ഈ ആഘോഷത്തിന് ഓണാഘോഷം ഈ പരിപാടിക്ക് മുഖ്യ ഇനമായിട്ടുള്ള മന്നം മെമ്മോറിയൽ അവാർഡ് ഏറ്റുവാങ്ങുവാനായി എത്തിച്ചേർന്നിട്ടുള്ള തമിഴ്നാട്ട് മലയാളി സമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ നന്ദഗോവിന്ദ് അവർ, നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ പ്രശാന്ത് കുമാർ അവർ, TNSSൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സുശീല ഗോപാലകൃഷ്ണൻ അവർ, വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ലതാ കരുണാകരൻ നായർ, വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി രാധാദേവി അവർ, ആഘോഷ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ ആർ രാജ്കുമാർ അവർ, മറ്റും വേദിയിലെ തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും സംഘാടകരുമുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. കാരണം ഈ ആഘോഷം നടക്കുമ്പോൾ വളരെയേറെ പരിശ്രമങ്ങൾ നടത്തി ഇത്രയും വലിയൊരു സമൂഹത്തെ ഇവിടെ കോർത്തിണക്കി ഒത്തുചേർത്ത് ഇവിടെ ചേർക്കാൻ പരിശ്രമിച്ച ഈ ആഘോഷ കമ്മിറ്റിയുടെ എല്ലാ സംഘാടകർക്കും കരയോ ഭാരവാഹികൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കത്തില്ല. കാരണം മന്നത്ത് പത്മനാഭൻ എന്ന മഹാമനുഷ്യൻ്റെ സ്മരണയെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുവാനാണ് വേദിയിൽ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളീയ നവോത്ഥാനത്തിൻ്റെ നായകൻ, സ്വന്തം സമുദായത്തിൽ അലിഞ്ഞുകൂടിയിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ എതിർത്ത് പോരാടി സമുദായത്തെ ഉദ്ധരിച്ച് അങ്ങനെ ഈ സമൂഹത്തിന് വലിയൊരു സംഭാവന നായർ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പാടുപെട്ട ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സ്മരണ എല്ലാവരും ഓരോരുത്തർ ഈ സ്മരണകളെ നമുക്ക് ഉണർത്തി തരുമ്പോൾ നമുക്കൊരു ആവേശമാണ് ഉണ്ടാകുക. നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രചോദനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം നയിച്ചിട്ടുള്ള സമരങ്ങൾ, സാമൂഹ്യ നീതിക്ക് വേണ്ടി വൈക്കം പോരാട്ടമായാലും ശരി, ഗുരുവായൂർ സത്യാഗ്രഹമായാലും ശരി, നിരവധി പോരാട്ടങ്ങൾ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ സമൂഹത്തിൻ്റെ നീതിക്ക് വേണ്ടിയും ഉച്ചനീതിത്വങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയും മാത്രമായിരുന്നു. നമുക്കറിയാം, ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടി അദ്ദേഹം ആർ ശങ്കറുമായി ചേർന്നുണ്ടാക്കിയ ഹിന്ദു മഹാമണ്ഡലം, അതുപോലെ വൈക്കം പോരാട്ടത്തിലെ മഹാത്മാഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നയിച്ച സവർണ ജാഥ, ആ ജാഥയെല്ലാം നമുക്കെല്ലാം വളരെ അത്ഭുതകരമായിട്ട് നോക്കിക്കാണുവാൻ പറ്റുകയുള്ളൂ. വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ആ യാത്ര അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ആ നേതൃത്വം ഏറ്റെടുത്ത് അതിനെ വലിയൊരു വിജയകരമാക്കി തീർത്തു. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു പുസ്തകത്തിലെ ചില വരികൾ ഓർക്കുകയാണ്. ഇന്നത്തെ ശിവഗിരി മഠത്തിൻ്റെ അഭിവന്ധ്യ അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ എഴുതിയിരുന്ന പുസ്തകം, ശ്രീനാരായണ ഗുരുവിൻ്റെ വിവേകാനന്ദൻ എന്ന സ്വാമി സത്യവ്രതാനന്ദ സ്വാമിയുടെ ജീവചരിത്ര പുസ്തകത്തിൽ
അദ്ദേഹം വൈക്കം പോരാട്ടത്തെ പറ്റി വളരെയേറെ ശ്ലാഘനീയമായി എഴുതിയിട്ടുണ്ട്. മന്നം ഈ യാത്രയിൽ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ മുട്ടിൽ വേദന അനുഭവപ്പെടുമ്പോഴും കാലിൽ നീര് വരുമ്പോഴും സത്യവ്രതാനന്ദ സ്വാമി ഒരു കയ്യിൽ പിണ്ടതൈലവും എടുത്തുകൊണ്ട് മന്നത്തിൻ്റെ പാദങ്ങളെ അങ്ങനെ തേച്ച് അദ്ദേഹത്തിൻ്റെ ആ വേദന മാറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആശ്രിതനെ പോലെ സഞ്ചരിച്ച ആ ഒരു രംഗം സത്യവ്രതാനന്ദ സ്വാമികൾ എടുത്തു പറയുന്നുണ്ട്. നമുക്കെല്ലാം അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിത്തന്ന ഒരു ജീവിതം മുഴുവൻ ത്യാഗപൂർവമായ ഒരു ജീവിതം അദ്ദേഹം നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സമുദായത്തിൻ്റെ ഉദ്ധാരണത്തിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച് ഇന്ന് സമുദായത്തിന് നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ട്. കേരളത്തിലെ NSSൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്നത് കരയോഗങ്ങളാണ്. NSS ഒരു മഹാവൃക്ഷമാണെങ്കിൽ അതിൻ്റെ വേരുകളാണ് കരയോഗങ്ങൾ. കരയോഗങ്ങളില്ലാതെ NSS ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മളും ഇവിടെ വിഭാവനം ചെയ്ത് കരയോഗങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയെ നടത്തിക്കൊണ്ടുവരുന്നത്. ഈ അവസരത്തിൽ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരെ പറ്റിയും എടുത്തു പറയുവാനുള്ള സമയപരിധി കാരണം ഞാൻ അതിന് കൂടുതൽ മുതിരുന്നില്ല. എങ്കിലും നമ്മുടെ മഹാനായ മന്നത്ത് പത്മനാഭൻ്റെ നാമധേയത്തിൽ നമ്മൾ നടപ്പാക്കിയിട്ടുള്ള അതിവിശിഷ്ട സേവാരത്ന പുരസ്കാരം നമ്മൾ നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ നന്ദഗോവിന്ദ് അവർക്കാണ്. വളരെയേറെ അഭിമാനവും വളരെയേറെ സന്തോഷവും നമുക്കുണ്ട്. ഇങ്ങനെ ഒരു രംഗം നമ്മൾക്കിങ്ങനെ നമ്മുടെ സമിതി ഇങ്ങനെ ഒരാളിനെ തിരഞ്ഞെടുത്ത് നമുക്ക് തന്നു. നമ്മൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് നൽകുന്നത്. മദ്രാശി മലയാളി ക്ലബിൻ്റെ പ്രസിഡന്റും CTMയുടെ പ്രസിഡന്റും മലയാള മിഷൻ്റെ ഫൗണ്ടർ പ്രസിഡന്റും അതിലെല്ലാം ഉപരി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മുമ്പിൽ നിന്നുകൊണ്ട് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ നന്ദഗോവിന്ദ്. സാധാരണ നമ്മളൊക്കെ ഒരു മരണസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ശവശരീരത്തിനെ കണ്ട് അവിടെ നമ്മളൊരു ആദരവ് പ്രകടിപ്പിക്കുവാനായി പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ള ബന്ധുക്കളോട് എന്തെങ്കിലും ദുഃഖം അറിയിച്ചുകൊണ്ട് നമ്മൾ വെളിയിൽ വന്ന് നിൽക്കും. അധികം പേരും അവിടെ കൂടെ കൂടി നിന്നുകൊണ്ട് ലോകകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്ത് ചിരിച്ച് കളിച്ച് വീട്ടിലേക്ക് മടങ്ങും. എന്നാൽ ഒരു മരണസ്ഥലത്ത് അവിടെ മരിച്ചു കിടക്കുന്ന ആ ശവശരീരത്തെ കുളിപ്പിച്ച് ആ ശരീരത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് ആ ശരീരത്തെ തൊട്ട് അതിനെ വേണ്ടതെല്ലാം ചെയ്യുവാനുള്ള സന്മനസ് തീർച്ചയായിട്ടും അതൊരു ഋഷിപ്രോക്തമായ ഒരു മാനവ സേവയാണ്. അതിനുള്ള ആ സന്മനസ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാരുടെ ശവശരീരത്തെ അടക്കം ചെയ്യുവാനായി മുമ്പോട്ട് വന്നു. അതൊരു വലിയ സേവനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാടുണ്ട്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ എല്ലാത്തിനും അർഹതപ്പെട്ട ഒരു സാമൂഹ്യ സേവകൻ പ്രിയപ്പെട്ട നന്ദഗോവിന്ദിന് മന്നം മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട TR ഓമന ചേച്ചി, മലയാള സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു സിനിമാ നടി. ഞാൻ അമ്മയെപ്പറ്റി പറഞ്ഞാൽ കൂടുതൽ സമയമെടുക്കും, അതിലേക്ക് കിടക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഒരു വേദിയിൽ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുവെങ്കിലും ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അമ്മ TR ഓമന ചേച്ചിക്ക് വളരെ ആത്മാർത്ഥമായി ഈ ആഘോഷ കമ്മിറ്റി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മലയാളി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകനാണ് ഡിജോ കുര്യാക്കോസ്. ഞങ്ങളുടെ CTMയിലായാലും ശരി, ഇവിടെയുള്ള എല്ലാ മലയാളി സംഘടനകളിലും എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ത്യൻ റെയിൽവേ വന്ന് ഈ വർഷത്തെ വിശിഷ്ട സേവാരത്തിന് പുരസ്കാരം നൽകി ആദരിച്ച ഒരേ ഒരു മലയാളി. അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അതിശയിച്ചു പോകും. രാത്രി പകലൊന്നും നോക്കാതെ എവിടെ ഒരു ആപത്ത് വന്നാലും അവിടെ ഓടിയെത്തി ആ രക്ഷാപ്രവർത്തനം നടത്താൻ അദ്ദേഹം മുമ്പിലുണ്ട്. അതേപോലെ തന്നെയാണ് റെയിൽവേയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ഇവിടെ പിന്നീട് പറയുന്നതാണ്. അദ്ദേഹത്തിനെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അതും നമുക്ക് ഏറെ അഭിമാനകരമായ ഒന്നാണ്.
ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഉത്ഭവവും ചട്ടമ്പി സ്വാമി തിരുവടികളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടന്ന ആ വലിയ ഒരു മാറ്റങ്ങളുടെ ആ കോളിളക്കം സൃഷ്ടിച്ച അതേ കാലഘട്ടത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിലും നവോത്ഥാനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഡോക്ടർ തറവാട്ടിൽ മാധവൻ നായർ എന്ന ഒരു മലയാളി ജസ്റ്റിസ് പാർട്ടി എന്ന ഒരു പാർട്ടിക്ക് രൂപീകരണം നൽകി ഈ തമിഴ് സമൂഹത്തിന് വേണ്ടി ഈ തമിഴ് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന പാലക്കാട് സ്വദേശിയായ ഡോക്ടർ തറവാട്ടിൽ മാധവൻ നായരെയും നമ്മളൊക്കെ മലയാളികൾ, പ്രവാസി മലയാളികൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിലും സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ നെടുന്തൂണുകളായിട്ടുള്ള എല്ലാവർക്കും സമയപരിധി കൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.